ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡേ 2. അപ്പോൾ ഇന്ന് ഹൈദരാബാദിലെ ഡേ 2 ആണ്. സോ ഇന്നത്തെ ഐറ്റനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം രാമോജി ഫിലിം സിറ്റിയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും എല്ലാം ചെയ്തിട്ടുള്ളൊരു സ്ഥലം, നല്ല ഫേമസ് സ്ഥലമാണ്. സോ ഇന്ന് ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയായി. ഇപ്പോൾ നമ്മൾ താഴെ പോയി ഓൺ ദ വേയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. സോ നമ്മൾ ഓൺ ദ വേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാമോജി ഫിലിം സിറ്റിയിൽ പോകുന്നതായിരിക്കും. സോ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയ ശേഷം പറയുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലാണ് ദി ഗ്രാൻഡ് പാലസ്. അവിടെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നല്ല ഡെലിഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഉപ്പുമാവ്, സാമ്പാർ, വട, പിന്നെ ഒരു ചേഞ്ചിനായിട്ട് ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഈ ബ്രേക്ക്ഫാസ്റ്റ്. സോ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിച്ചു. ഗൈസ്, ഫൈനലി അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മൾ രാമോജി ഫിലിം സിറ്റീൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അകത്ത് പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സ്ഥലം. അതുമല്ല, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നും കഴിക്കാം. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഗൈസ്, അപ്പം നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ വാങ്ങിച്ച് അകത്ത് കയറി. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 2000 റുപ്പീസിൻ്റെ അടുത്തായിട്ട് വരും ടിക്കറ്റ്. സോ അതിനുശേഷം ഞങ്ങൾ അകത്ത് പോയിട്ട് അവിടെ നിന്നൊരു ലോക്കൽ ബസ്സിലാണ് നമ്മളെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് രാമോജി ഫിലിം സിറ്റീൻ്റെ തന്നെ ഒരു ലോക്കൽ ബസ്സാണ്, നിങ്ങൾക്ക് കാണാം. അതിനുശേഷം നമ്മൾ ഓൺ ദ വേയിൽ തന്നെ ഒരുപാട് ലൊക്കേഷൻസൊക്കെ കാണാൻ പറ്റും. അവിടെ മെയിൻ രാമോജി ഫിലിം സിറ്റീൻ്റെ ഒരു മെയിൻ ലോഗോ തന്നെ ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അതിനുശേഷം ഈ കാണുന്ന പില്ലർ വന്നിട്ട് ഇത് ക്രിഷ് മൂവി ഷൂട്ടിംഗ് ചെയ്തൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അകത്ത് കയറി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് അകത്തേക്ക്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അകത്ത് കയറിയിട്ട് പറയുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ അങ്ങനെ അകത്ത് പോയ ശേഷം ആദ്യം നമുക്കൊരു കിഡ്സ് ഷോ കാണാം. നമ്മുടെ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഉള്ളൊരു ഷോ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ഷോ ആയിരുന്നു. നമ്മൾ ആദ്യം അത് കണ്ടു. അതിനുശേഷം നമ്മൾ വേറൊരു ഹാളിൽ പോയി അവിടെ ഈ ഗ്രീൻ മാറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് സിനിമ ഷൂട്ടിംഗ് ചെയ്യുക, അതുമല്ല നമ്മുടെ സിനിമയ്ക്ക് എങ്ങനെയാണ് സൗണ്ട് എഫക്ട്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്യാമെന്നവർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ പോയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൈൽഡ് വെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നമ്മളൊരു സ്റ്റണ്ട് ഷോ കാണാനാണ് പോയത്. ആക്ച്വലി ശരിക്കുള്ളൊരു ഫൈറ്റ് സീനാണ് ഗൈസ്. പക്ഷെ ആർക്കും അടി കൊള്ളാത്ത മാതിരിയുള്ളൊരു ഫൈറ്റ് സീനാണ്. നമുക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടികളും എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു കൊച്ചു ട്രെയിനിൽ അകത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൊമ്മകളോണ്ട് ഉണ്ടാക്കിയ ഒരുപാട് ലൊക്കേഷൻസ് ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻസ് ആയിരുന്നു. ഇതെന്തായാലും ഒരു കാണേണ്ട സ്ഥലമാണ്. കാരണം ഈ സ്ഥലം എത്ര കണ്ടാലും മതിയാവില്ല. അത്രയും നീറ്റായിട്ട് അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ ഈ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് ദൂരം ഉണ്ട് ഗൈസ്. ഒരുപാട് ദൂരം നമ്മളൊരു 5-10 മിനിറ്റ് അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ വെറൈറ്റി ലൊക്കേഷൻസ് കാണാൻ പറ്റും. ആ ലൊക്കേഷനിൽ നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചറും കൂടിയും അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും, ചില സ്ഥലത്ത് ഒരുപാട് തണുപ്പായിരിക്കും, ചില സ്ഥലത്ത് പുക, ചില സ്ഥലത്ത് ഒരുപാട് ചൂട്. അങ്ങനെ ആ ലൊക്കേഷൻസിനനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ടെമ്പറേച്ചറും. അപ്പം അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കഴിഞ്ഞ ശേഷം നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. അപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ചാണക്യ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ രാമോജി ഫിലിം സിറ്റീൻ്റെ അകത്തന്നെ ഉള്ളതാണ്. സോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ ഒരു 1:30 മണിയായി. 1:30-2 മണിയുടെ ഉള്ളിലാണ് നമ്മൾ എത്തിയത്.
അപ്പം നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു. ആക്ച്വലി ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു, എന്നാലും നല്ല ഫുഡായിരുന്നു. പിന്നെ ഇതൊരു ബഫേ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു. പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഫുഡ് നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോകാൻ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് കാണുന്ന ബസ് ഒരു വിൻറ്റേജ് ബസ്സാണ്. രാമോജി ഫിലിം സിറ്റീൻ്റെ തന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു ബസ്സാണ്. ഈ ബസ്സിലാണ് നമ്മളെ അടുത്ത ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ലൊക്കേഷനാണ് CRR ഗാർഡൻ. ഇവിടെ ഒരുപാട് പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനാണ് ഗൈസ്. ഈ ലൊക്കേഷനിലാണ് നമ്മൾ വിദ്യാ ബാലൻ മാമിൻ്റെ ദ ഡേർട്ടി പിക്ചർ എന്ന സിനിമയിൽ സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുമല്ല നമ്മളെ മലയാളം സൂപ്പർ ഹിറ്റ് സിനിമ ഉദയനാണ് താരം സിനിമയിൽ കരളയെന്ന് പറഞ്ഞൊരു സോങ്ങും ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ലൊക്കേഷൻ നമ്മുടെ ഹിന്ദി സിനിമ ജോധ അക്ബർ എന്ന സിനിമ ഷൂട്ടിംഗ് ചെയ്ത ലൊക്കേഷനാണ്. അതുമല്ല ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ അമിതാഭ് ജീൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങും ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം നമ്മുടെ റോക്ക് സ്റ്റാർ സിനിമയിലെ ഓ നാദാൻ പരിന്തി എന്ന് പറഞ്ഞൊരു സോങ് ക്രൗഡിനെ വെച്ച് ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ ലൊക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയ്പൂർ മഹാലിൻ്റെ ഒരു മോഡലാണ്. ഞാൻ അടുത്ത ക്ലിപ്പിൽ ഞാൻ ഈ ജയ്പൂർ മഹാലിനെ പറ്റി കൃത്യമായിട്ടും കാണിച്ചു തരാം. ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അയ്യോ മൂവിയിൽ ഡ്രീമം വെക്കപ്പം എന്ന് പറഞ്ഞൊരു സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലമാണ് ഇവരുടെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് എക്യുപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്ന് വെച്ചാൽ ഇവർക്ക് സിനിമ ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള ക്യാമറാസും ലൈറ്റിങ്ങും പിന്നെ ജനറേറ്ററും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്നാണ് അവർക്ക് കിട്ടുക. അപ്പോൾ ഈ കാണുന്ന വീടാണ് നമ്മുടെ ചന്ദ്രമുഖി സിനിമയിൽ വീടായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ RRR സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് സെറ്റ്. അതിനുശേഷം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് കളർ ബിൽഡിംഗ് ആണ് നമ്മൾ എല്ലാ ഹിന്ദി സിനിമയിലും മസ്ജിദായിട്ടും പിന്നെ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് താജ്മഹലായിട്ടും ഷൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ റബ്നെ ബനാദി ജോഡി സിനിമയിലും ഈ ഒരു വൈറ്റ് ബിൽഡിംഗ് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വീട് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാനി സിനിമയിലെ സുദീപിൻ്റെ വീടും പിന്നെ ദിൽവാലെ സിനിമയിലെ നമ്മുടെ കാജോളിൻ്റെ വീടുമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സെറ്റാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടാണത്. അതുമല്ല ഈ മുകളിൽ കാണുന്ന വീടാണ് നമ്മുടെ രാമോജി ഫിലിം സിറ്റീൻ്റെ ചെയർമാനിൻ്റെ വീട് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ലൊക്കേഷനാണ് മുംബൈയിലെ ചോർ ബസാർ. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരുപാട് ഹിന്ദി സിനിമയിൽ മുംബൈയിലെ ചോർ ബസാറായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതും എപ്പോൾ വേണമെങ്കിലും സിനിമ ഷൂട്ടിങ്ങിനനുസരിച്ച് അഴിച്ചു മാറ്റാനുള്ള സെറ്റായിട്ടാണ് അവരത് കെട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ലൊക്കേഷൻ ഏകദേശം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ചന്ദ്രമുഖി സിനിമയിലെ ഡാൻസ് മാസ്റ്ററിൻ്റെ വീടായിട്ടാണ് ഇവിടെ ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്ന ഒരുപാട് ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള വീടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പം നമ്മൾ പോകുന്നത് ജയിലിൻ്റെ അകത്തോട്ടാണ് സെൻട്രൽ ജയിലാണ്. കാരണം എല്ലാ സിനിമയിലും ജയിലിൻ്റെ അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ അവർ ഈ ജയിലിൽ വന്നിട്ടാണ് ഷൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒക്കെ ഇവിടെയൊക്കെ ബൊമ്മകളാണ്. ഇവിടെയാണ് നമ്മുടെ ആക്ടേഴ്സൊക്കെ വന്നിട്ട് ഷൂട്ടിംഗ് ചെയ്യണത്. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ലൊക്കേഷൻ അജിത്തിൻ്റെ ദീന എന്ന സിനിമയിലൊരു പാട്ട് ഷൂട്ടിംഗ് ചെയ്തൊരു സ്ഥലമാണ്.
ഇപ്പോൾ ഈ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്ന രാമായണം, മഹാഭാരതം, TV സീരിയലൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ അത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഈ ലൊക്കേഷനും പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പറയില്ല ഗൈസ്, അത്രയും ഭംഗിയായിട്ടാണ് ഈ ലൊക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സെറ്റാണെന്ന്. പക്ഷേ അകത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ഇതൊരു സെറ്റാണെന്ന്. കാരണം അത്രയും ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷൻ. ഗൈസ്, ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ശരിക്കുള്ള ട്രെയിനല്ല, ഞാൻ വീല് കാണിച്ചു തരാം. നമ്മുടെ സാധാരണ വണ്ടിയുടെ വീലാണ് ഗൈസ്. സോ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഒരുപാട് സിനിമകളുടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ഷൂട്ടിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്സിൽ നമ്മുടെ ഷാറുഖ് ഖാൻ്റെയും ദീപികാൻ്റെയും ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാനീ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രീവിയസ് ക്ലിപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ദൂരത്തുനിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതാണ് ആ ജയ്പൂർ മഹൽ. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഗൈസ്. അപ്പോൾ ജയ്പൂർ മഹലിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് നേരം ചുറ്റി കറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ മുകളിൽ വന്നപ്പോഴാണ് നമ്മളിവിടെ ഒരു ബ്യൂട്ടിഫുൾ ഡാൻസ് പെർഫോമൻസ് കാണുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ രാമോജി ഫിലിം സിറ്റിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങി ഇപ്പോൾ വീണ്ടും ഒരു ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. ഏതാ ലൊക്കേഷൻ എന്ന് അറിയണ്ടേ? നമ്മുടെ ബാഹുബലി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. എന്നെ പുറകെ കാണുന്നതാണ് ആ ലൊക്കേഷൻ ഗൈസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കണ്ട മാഹിഷ്മതി സാമ്രാജ്യത്തിൻ്റെ ഒരു മിനി സ്ട്രക്ചറാണ്. സോ നമ്മൾ ആ ലൊക്കേഷൻ്റെ അകത്ത് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഗൈസ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് മുഴുവൻ കെട്ടിയിരിക്കുന്നത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അടുത്ത് പോയി അതൊന്ന് തൊട്ട് നോക്കുക അല്ലെങ്കിൽ കൊട്ടി നോക്കിയാൽ മാത്രമേ നമുക്കതൊരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല ഗൈസ്, അത്രയും ബ്രില്യൻ്റായിട്ട് ഭംഗിയായിട്ടാണ് ഈ ലൊക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ സെറ്റ്. സത്യം പറഞ്ഞാൽ ഇതൊന്നല്ല ഗൈസ്, നമ്മൾ സിനിമ കാണുന്ന പോലെയല്ല. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് രാമോജി ഫിലിം സിറ്റിയുടെ അകത്ത്. പക്ഷേ ഇതിന്ന് ഒരു കാര്യം മനസ്സിലായത്, ഈ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊന്നും ശരിക്കുള്ള ലൊക്കേഷനല്ല. സൂപ്പർ ഹിറ്റ് സിനിമ ദൃശ്യമിൽ ഒരുപാട് സീന് രാമോജി ഫിലിം സിറ്റിയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ കാറ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇട്ട് അത് ആ സിങ്ക് ചെയ്യണ സീനും കൂടിയും ഈ രാമോജി ഫിലിം സിറ്റിൻ്റെ അകത്താ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഒരു കാര്യം ഗൈസ്, ഈ രാമോജി ഫിലിം സിറ്റിൻ്റെ അകത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ലൊക്കേഷൻസ് ഒക്കെ സിനിമയിൽ കാണുന്ന പോലെയല്ല ഗൈസ്. സിനിമയിൽ കാണുമ്പോൾ നമുക്കത് ശരിക്കും റിയൽ ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെ കാണുമ്പോൾ ഒക്കെ എല്ലാം ഒരു സെറ്റാണ് ഗൈസ്. അവർ അത്രയും നന്നായിട്ട് അത്രയും ബ്രില്യൻ്റായിട്ട് ആൾക്കാർ ഇത് നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് സീരിയസ്ലി ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. 2000 rupees ഉള്ളൂ ടിക്കറ്റ്. എന്നാലും ഇറ്റ്സ് റിയലി വർത്ത്. കാരണം നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലൊക്കേഷൻസ് കാണാൻ പറ്റി, പഠിക്കാൻ പറ്റി. സിനിമ നമ്മൾ ജസ്റ്റ് ഓൺ സ്ക്രീനിൽ കണ്ട മാതിരിയല്ല, അതിന് പുറകെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. നമുക്ക് ഇതുപോലെ നല്ല നല്ല സിനിമ, ഇത്രയും നല്ല ലൊക്കേഷൻസ് നമുക്ക് എടുത്തു തരുന്ന റിയലി ആൾക്കാർക്ക് ഹാറ്റ്സ് ഓഫ് ഗൈസ്. ഗൈസ് സീരിയസ്ലി ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. കാരണം നമ്മൾ ഫിലിം ഫാൻസ് ആണെങ്കിൽ, സിനിമ ഫാൻസ് ആണെങ്കിൽ ഈ ലൊക്കേഷൻ കണ്ടിരിക്കേണ്ടതാണ് ഗൈസ്. കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ ഇവിടെ ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ പോയിട്ട് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസ് ഇപ്പോൾ കണ്ടിട്ട് വന്നു.
അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സോ നിങ്ങളും ഉറപ്പായിട്ടും ഈ രാമോജി ഫിലിം സിറ്റിയിൽ വരേണ്ടതാണ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൈസ്. അപ്പോൾ പാർട്ട് 3 ഞാൻ ചാർമിനാറിൻ്റെ വിശേഷങ്ങളായിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും കാണണം ഗൈസ്. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. സീ യു ഗൈസ്.